Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസംഭവ്യമെന്ന് കരുതിയത് പലതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ്. എന്തായിരിക്കും അതിനു പിന്നിലെ നീക്കമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് BJP. കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള പ്ലാനാണ്. ജഗദീപ് ധൻഖർ അതിന് മടി കാണിക്കില്ല. കാരണം അദ്ദേഹം ഒരു BJP-കാരനല്ല, സംഘപരിവാരക്കാരനുമല്ല. അദ്ദേഹം BJP-യിലേക്ക് എത്തും മുമ്പ് രാജസ്ഥാനിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹത്തിന് അകലം പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഖാർഗെയെ അടക്കം പാർലമെന്റിനകത്തും പുറത്തും പരിഹസിച്ചതും രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനമുന്നയിച്ചതും ജഗദീപ് ധൻഖറെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുമോ എന്ന് പലരും ചോദിക്കുമ്പോഴും ധൻഖർ എടുത്ത തീരുമാനം BJP നേതൃത്വത്തെ ഏറെ ഞെട്ടിച്ചതായിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം എന്തിന്റെ പേരിലാണ് രാജിവെച്ചത്? അദ്ദേഹത്തിന് രാജ്യസമ്മർദ്ദം ഉണ്ടായിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഭരണഘടനയിൽ അത്തരത്തിലൊരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിൽ പ്രത്യേകമായി സൂചന നൽകിയത്. എന്നാൽ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യം BJP-ക്ക് അനുകൂലമായിരിക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ജഗദീപ് ധൻഖറുടെ ചില നിർണായക തീരുമാനങ്ങൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ അടിയായി മാറുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. രാജ്യസഭയിൽ പക്ഷപാതത്തോടു കൂടി തന്നെയായിരുന്നു ജഗദീപ് ധൻഖർ പെരുമാറിയത് എന്ന് അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. മാത്രമല്ല, പാർലമെന്റിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് BJP-യുമായി ധൻഖർ ഉടക്കിലേക്ക് പോയത്. ഇപ്പോഴാണ് ധൻഖർ യഥാർത്ഥ പാതയിലേക്ക് എത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. തെറ്റായ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അനീതി കാണിച്ചിട്ടുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് നീതികേട് എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തം പ്രവൃത്തികൾ എന്താണ് എന്ന് മനസ്സിലായി. തെറ്റ് മനസ്സിലായി തിരുത്താൻ ഒരു അവസരം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ സ്ഥാനം വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതിലും വലിയ ത്യാഗമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പ്രവർത്തകരോട് തന്നെ ചോദിക്കുന്നത്. ജഗദീപ് ധൻഖർ തീർച്ചയായും BJP-ക്ക് പണിയാകും. BJP-യുടെ പല തന്ത്രങ്ങളും പൊളിച്ചെടുക്കാൻ ധൻഖറിനെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിക്ക് കളിക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കേവലം ഒരു പാർലമെന്റിലേക്ക് രാജ്യസഭാ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്ന രീതിയല്ല. വാസ്തവത്തിൽ പാർലമെന്റിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിന്റെ ആദ്യപടിയായാണ് പ്രതിപക്ഷം അതിനെ കണക്കാക്കുന്നത്. ധൻഖറിനും അതുതന്നെയാണ് താൽപര്യം. മോദി സർക്കാർ കാലാവധി തികയ്ക്കില്ല എന്ന് ധൻഖർ ഉറപ്പിച്ചു പറയുന്നു. മോദി സർക്കാരിനെ വീഴ്ത്താൻ ധൻഖർ ഏതറ്റം വരെയും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.